ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: 44ാം വയലാർ അവാർഡ് നേടിയതാര്? ഏഴാച്ചേരി രാമചന്ദ്രൻ. നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. സോ അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ് തിളച്ച മണ്ണിൽ കാൽനടയായി? പുതുശ്ശേരി രാമചന്ദ്രൻ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? വി മധുസൂദനൻ നായർ. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി അച്ഛൻ പിറന്ന വീട്. അച്ഛൻ പിറന്ന വീട്. അച്ഛൻ പിറന്ന വീടിന്റെ കർത്താവാണ്? അച്ഛൻ പിറന്ന വീട്. അച്ഛൻ പിറന്ന വീട് വി മധുസൂദനൻ നായരുടെയാണ്. ഓക്കെ, വി മധുസൂദനൻ നായർ. ഓക്കെ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്. ഇപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. ഏതിന്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇന്റർനെറ്റ് ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം വൃഷ്ടിപ്രദേശം. ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? മാർച്ച് ഏപ്രിൽ മെയ്. ഓക്കെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? പോർച്ചുഗീസുകാർ. ആദ്യമായി വന്നതും ആരാണ്? പോർച്ചുഗീസുകാർ തന്നെ. 1857 കലാപം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര്? വാറൻ ഹാസ്റ്റിങ്സ്. വാറൻ ഹാസ്റ്റിങ്സ് ഒരു തീം തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വാറൻ ഹാസ്റ്റിങ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. സോ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇതൊരു തീമാണ്, റിപ്പീറ്റർ ആണ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇതേപോലെ തീമാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള തീമാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചത് ആര്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി കെ ആർ നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇതും റിപ്പീറ്റഡ് ആണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3. ഇതും റിപ്പീറ്റഡ് ആണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്ക്? രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 1, 7, 17. ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അവകാശം? ഓക്കെ, അനുച്ഛേദം 352. എമർജൻസി പീരീഡിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യാനുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 352. ഓക്കെ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. ഇതും റിപ്പീറ്റഡ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്ക്. ഇതും റിപ്പീറ്റഡ് ആണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് 1993 സെപ്റ്റംബർ 28, 1993 സെപ്റ്റംബർ 28. ഇതും റിപ്പീറ്റഡ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. കേരളത്തിന്റെ വിസ്തീർണം ഡാഷ് ച.കി.മി. ആണ്, ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്, കാസർഗോഡ് അല്ല, കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ, ഇടുക്കി. കേരളത്തിൽ ശൈത്യകാല അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ ടു ഫെബ്രുവരി. ഈ സീസൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. ഓക്കെ. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? AD 1859, 1859. ഓക്കെ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് 2 വർഷത്തിന് ശേഷം, AD 1858. ഓക്കെ. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 870 മെഗാവാട്ട്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്, മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ NH, ദേശീയപാത എന്ന് പറയുന്ന തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ദേശീയപാത NH85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാ? കൊച്ചി ടു 20 പോയിന്റ്. ഓക്കെ. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. ഓക്കെ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? വൈകുണ്ഠസ്വാമി. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? R. പാർവതി ദേവി. അക്കാമ ചെറിയാൻ ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R. പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം. ഈ ആഗമാനന്ദ സ്വാമികളും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ. 1961 ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം. ഓക്കെ. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈകുണ്ഠസ്വാമിയാണ്, വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ്, റിപ്പീറ്റഡ് ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഉള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഇതും പഴശ്ശി വിപ്ലവവും ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തീമാണ്. കുണ്ടറ വിളംബരം നടന്നതെന്ന് 1809 ജാനുവരി 11. 1809 ജാനുവരി 11. വേലുത്തമ്പി ദളവയും കുണ്ടറ വിളംബരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ്, റിപ്പീറ്റഡ് ആണ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് 1859 ജൂലൈ 26. ജൂലൈ 26 എന്റെ ബർത്ത്ഡേ. ഓക്കെ. അപ്പൊ അന്ന് 1859, അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് +2 വർഷം, 1859 ജൂലൈ 26 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. ഓക്കെ. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? 32. ഇതും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ദന്തങ്ങളെ കുറിച്ചുള്ള തീം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റേറ്റീവ് ആണ്. ഓക്കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശമാണ്. ഇതേപോലെ അവയവങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തീമാണ്. രക്തപര്യന അവസ്ഥ കണ്ടെത്തിയത് ആര്? വില്യം ഹാർവി. ഓക്കെ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇത് റിപ്പീറ്റഡ് ആണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാ? സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനം ഏതാ? മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. നെഫ്രോളജി ഏതാണ്? വൃക്കയല്ലേ. ഓസ്റ്റിയോളജി എന്താ?
ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് ദി സയൻസ് ഓഫ് ബോൺസ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് ഫ്രെനോളജി. ഫ്രെനോളജി എന്താ? ഫ്രെനോളജി എന്ന് പറയുന്നത് pseudoscience that involves the measurement of bumps on the skull to predict mental traits. Okay. Phrenology is a pseudoscience that claims to reveal personality traits by measuring the bumps on the skull. Okay. അടുത്തത്, അപ്പോൾ പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. ഓക്കെ. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം. ഓക്കെ, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചതെന്ന്. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ, കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് തീമാണ്. അതെന്നാണ് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി ആരംഭിച്ചതെന്നാണ് 2015 ഓഗസ്റ്റ് 25-നാണ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കാണുന്നത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. ഓക്കെ, ഇതും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തോറിയത്തിന്റെ അയിര് ഏതാ? മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. ഓക്കെ. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോടൈപ്പ് ഡ്യൂട്ടീരിയം ആണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. മാസ് നമ്പർ 1 ഉള്ളത് പ്രോട്ടിയം, 3 ഉള്ളത് ട്രീഷ്യം. ഓക്കെ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഒന്നാമത്തെ ഏതാണ്? നൈട്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ആർഗൺ ആണ് വരുന്നത്, പിന്നെയാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ലവണം ഏതാണ്? സോപ്പ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ലവണം സോപ്പാണ്. ഓക്കെ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ജൂള്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ്? ഇതൊന്നുമല്ല. സമചലനമാണോ? അല്ല. സമമന്ദീകരണ ചലനമാണോ? അല്ല. അസമചലനാണോ? അല്ല. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം സമചലനമല്ല, സമമന്ദീകരണ ചലനമല്ല, അസമചലനമല്ല. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും ഓപ്ഷനിൽ കാണുകയാണെങ്കിൽ തെറ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1 ആണ്. വോയേജർ 1. സ്പുട്നിക് അല്ല, വോയേജർ ആണ്. സൗരയൂഥം, സോളാർ സിസ്റ്റം ആണ്. പിന്നിട്ട് ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? ഓക്കെ. 7.52 പ്ലസ് 4.05 ഈസ് ഈക്വൽ ടു 0.0657 ഈസ് ഈക്വൽ ടു 0.00657. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 0.202 ഇൻറ്റു 0.4 ഇൻറ്റു 0.1 ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. മൂന്നാമന്റെ വയസ്സ് എത്ര? ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്ര? ഓക്കെ. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കുന്ന ആകെ 5 മണിക്കൂർ ദൂരം എടുത്തു എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? പുഴയിൽ ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗത്തിലും അനുകൂലമായ അതിലിരട്ടി വേഗത്തിലും ഒരു ബോട്ട് നീങ്ങുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത എന്ത്? ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗത്തായിരിക്കും കൂടുതൽ കിട്ടുക? എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഹരിക്കുക, ഡി എന്നാൽ ഇൻറ്റു ആയാൽ ഡാഷ് എത്ര? ഓക്കെ. 360, 120, 36 ഡാഷ് വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? ഒരു കോഡ് ഭാഷയിൽ കമ്പ്യൂട്ടറിനെ എന്നെഴുതിയാൽ മെഡിസിനെ എങ്ങനെ എഴുതാം? ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ ഒന്നാമത് വരുന്ന വാക്ക് ഏത്? സുനീതി. ഓക്കെ. ഡിസെമിനേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചത്? നേഷൻ. ഇവിടെ തന്നെ നേഷൻ ഉണ്ട്. ഇന്ത്യ, INDIA. ഓക്കെ, ഇത് ഇന്ത്യ പറ്റും. മെൻഷൻ, MENTION.
TION മെൻഷൻ പറ്റും. ആക്ഷൻ പറ്റുമോ? ഇല്ല. സി ഇല്ല അവിടെ. കൂട്ടത്തിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക. അർജന്റീന. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇതൊക്കെ എന്താണ്? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ ഒക്കെ ഭൂഖണ്ഡങ്ങളാണ്. അർജന്റീന ഒരു കൺട്രിയാണ്. ഓക്കെ. ഒറ്റയാനെ കണ്ടെത്തുക. ബ്രുക്ക്. ബാക്കി ലേക്ക്, പൂള്, പോണ്ട്. ഓക്കെ. ഈ ബ്രുക്ക് എന്താ നോക്കാം. ബ്രുക്ക് എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്ട്രീം ആണ്. ആ, അപ്പൊ ലേക്ക്, പൂള്, പോണ്ടൊക്കെ വലിയ ജലാശയമല്ലേ പൊതുവെ? ഓക്കെ, ഇതാണ് ബ്രുക്ക്. ഓക്കെ. അടുത്തത്, ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുമ്പ് ഇത് 4 ഇരട്ടി ആയിരുന്നു. എന്നാൽ ഇന്ന് അച്ഛന്റെ വയസ്സ് എത്ര? ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പലതിലും ലാസ്റ്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് എന്നല്ല, ഇങ്ങനത്തെ ഒരു റീസണിങ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8-മത്തെ ആളും പ്രിയ പുറകിൽ നിന്ന് 6-മത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ഓക്കെ. ഇതോടുകൂടി 4-മത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ 5-മത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ബൈ.